ഹലോ. ആ മിസ്റ്റർ ബാലു, ആ എന്താ പ്രൈവറ്റ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞു? വെറുതെ ഒന്ന് കാണണം തോന്നി. അല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം? അല്ല, ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല ചോദിച്ചാൽ ഇല്ല. സോറി കേട്ടോ, പലപ്പോഴും താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവാറില്ല. അല്ല, അത് വഴിയെ മനസ്സിലായിക്കോളും. അല്ല, ഈ കാറേ പുതിയതാണ്? ഏയ്, ഇത് പഴയതാ. പക്ഷെ എൻ്റെ ഭാഗ്യ കാറാ കേട്ടോ. ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സിനൊക്കെ ഞാൻ ഇതിലാണ് പോവാറ്. അല്ല, ഇതിനെ ഈ തട്ടോ മുട്ടോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഏയ്, ആക്സിഡന്റ് പോലും ഇതുവരെ ഉണ്ടായി. അല്ല, നമ്മളെ കൂട്ടുകാരൻ ബാസിയെ അത് ഇടിക്കാൻ നോക്കിയില്ലേ ഇങ്ങനെ? സോറി കേട്ടോ, അത് പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാ. പക്ഷേ ഇടിച്ചെങ്കിൽ ചത്തുവേനെ. താങ്ക് ഗോഡ് സംഭവിച്ചില്ല. അല്ല, അങ്ങനെ അഥവാ സംഭവിച്ചെങ്കിൽ എന്നെ തേച്ച് മാച്ച് കളയാനുള്ള അല്ല എൻ്റെ ഹോൾഡൊക്കെ ഉണ്ടല്ലോ. ആ വിഷയം നമുക്ക് വിടാം മിസ്റ്റർ ബാലു. അല്ല, പ്രത്യേകിച്ച് എന്താ ചോദിക്കാൻ വന്നത്? അല്ല, നിങ്ങളെ വൈഫ് വന്നപ്പോഴേ നിങ്ങളുടെ മോള് നല്ല സന്തോഷത്തിലായി. അവൾ ഭയങ്കര ടെൻഷനിലായിരുന്നു, നിങ്ങളും ടെൻഷനിലായിരുന്നല്ലോ. പക്ഷേ നൗ ഷീസ് ഹാപ്പി. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇത്രേ ഉള്ളൂ, അത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അല്ല, എന്തൊരു ആശ്വാസം. അല്ല, ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു. വൈഫിനൊക്കെ സുഖം തന്നെ? പിന്നെന്താ, അവളെ ഹാപ്പിയാ. അല്ല, എന്തോ പ്രശ്നമുള്ള പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എനിക്കെന്ത് പ്രശ്നം? അല്ല, എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പറ്റി? എനിക്ക് ഇങ്ങനെ കുറേ നേരം നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ചെറിയ. ഓ റൈറ്റ് റൈറ്റ്. അല്ല, അതെന്ത് പറ്റിയതാ? അത് ഞാൻ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴേ ഏതോ ഒരുത്തൻ കാറ് കൊണ്ടുവന്ന് എന്നെ ഇടിക്കാൻ നോക്കി. പക്ഷെ മാറി കൊണ്ട് രക്ഷപ്പെട്ടു. ഓ, കഷ്ടായിട്ടോ. എന്ത് രക്ഷപ്പെട്ടതാ? അല്ല, അയാൾ ഇടിക്കാൻ വന്നത്. അല്ല, അയാൾ മനഃപൂർവ്വം ഇടിക്കാൻ വന്നാണോ? അല്ല, 100% ഉറപ്പിച്ചു മനഃപൂർവ്വം തന്നെ. ഏയ്, ആയിരിക്കില്ല മിസ്റ്റർ ബാലു, അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ നടന്നിട്ടായിരിക്കും. അല്ല, മനഃപൂർവ്വം തന്നെ. ആണോ? അതെ. അല്ല, നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ആരാ ശത്രുക്കളായിട്ടുള്ളത്? അല്ല, ശത്രുക്കളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം 1-2-3 ശത്രുക്കളുണ്ട്. ആണോ? ഓ മിസ്റ്റർ രാംകുമാർ, ഓ, വാളെടുത്തവൻ വാളാൻ, കാറെടുത്തവൻ കാറാൻ. ആണോ? യെസ്. ഓക്കെ ഓക്കെ. വാളെടുത്തവൻ വാളാൽ, കാറെടുത്തവൻ കാറാൽ എന്തോന്നു? എന്തോ നിങ്ങളുടെ മിസ്റ്റർ ബാലു എന്ത് പറഞ്ഞു? അയാൾ എന്തൊക്കെയോ പറഞ്ഞു. സത്യം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല. എന്തൊക്കെ പേഴ്സണായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടല്ലേ അയാൾ നിങ്ങളെ വിളിച്ചത്? അങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞത്. ഇനിയൊരു പക്ഷെ ഞാൻ കാറിലുള്ള കാര്യം അയാൾ അറിഞ്ഞിട്ടുണ്ടാവോ? അതുകൊണ്ടാണോ ഒന്നും പറയാഞ്ഞത്? ഏയ്, നീ ഇതിലുള്ള കാര്യമൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല. അയാൾ നമ്മളെ ഹാപ്പിയാണോ ചോദിച്ചു, പിന്നെ ദിയ ഹാപ്പിയാണെന്നും പറഞ്ഞു. പിന്നെ മറ്റേ ആളില്ലേ, അയാളുടെ ഒരു ഫ്രണ്ട്, മുടിയൻ്റെയും മറ്റേ നമ്മുടെ മോളുടെയും കല്യാണം മുന്നിൽ നിന്ന് നടത്തി കൊടുത്ത ആൾ, അയാളെക്കുറിച്ചും പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ വണ്ടിയിൽ പോയിട്ടേ അയാളൊന്ന് ഇടിക്കാൻ പോയി. ഓ, അയാൾ ഇടിക്കില്ല, അവളെ കൊല്ലിയാണ് വേണ്ടത്. അയാളുടെ കാര്യം വിട്, അതൊരു കഥയില്ലാത്ത ക്യാരക്ടറാണ്. എന്തോ പറയാൻ വന്നിട്ട് വിഷയം മാറ്റി പോയതാ. ഇനിയിപ്പോ മോളെ വെച്ച് വിലപേശി കാശ് പോലും ചോദിക്കാൻ വന്നാണോ? യാതൊരു പിടിയുമില്ല. അതെന്താണെന്ന് താമസം ചെയ്ത് അറിയാൻ പറ്റും. ഒറ്റ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാം കാഞ്ഞ വിത്തുകളാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ബാലു. പലപ്പോഴും അയാൾ നമ്മളെ പരിഹരിച്ച് സംസാരിക്കുന്നുണ്ട്. അയാളെ വിചാരം നമുക്കതൊന്നും മനസ്സിലാവുന്നില്ലെന്നാ. കുറച്ച് കഴിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇത് പറഞ്ഞപ്പോൾ ഓർത്ത് അയാൾ പോകുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞേ, വാളെടുത്തവൻ വാളാൻ, അതെനിക്ക് മനസ്സിലായി. ഈ കാറെടുത്തവൻ കാറാൻ, അതെന്തോന്ന്? അവർ കാറോ വാളോ എന്താന്ന് വെച്ചാൽ എടുക്കട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. എന്തിനാ ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ സമയം വെറുതെ കളയുന്നത്? അവിടുത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി നമ്മളങ്ങ് ചെന്നാൽ മാത്രം മതിയല്ലോ. അതൊക്കെ മതി. പക്ഷെ എനിക്കൊരു സംശയം, ഈ കാര്യമൊന്നും ഇവരെ അറിയിക്കാത്തതുകൊണ്ടേ ഇവർക്കിന് വിഷമം തോന്നുമോ? അവർക്ക് എന്ത് തോന്നിയാലും നമ്മുടെ വിഷയമല്ല. നിങ്ങൾ വണ്ടി എടുക്ക്. പുള്ളിയുടെ സംസാരം വെച്ചിട്ട് അച്ഛൻ സംശയം തോന്നിയില്ലേ? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ അങ്ങനെ സംസാരവും പിടിയെടുപ്പൊക്കെ ഒരു വേറെ പ്രത്യേക രീതിയിലാണ്. പിന്നെ അങ്ങനെ ചിരിക്കണുണ്ടല്ലേ നമ്മളെ പുച്ഛിക്കുമ്പോൾ തോന്നും. പാവം ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് റിയാക്ഷൻ വെച്ച് അയാളെ കണ്ടുപിടിക്കാൻ അളക്കാൻ ഭയങ്കര പാടാണ്. അത് എന്താണെന്നറിയോ, ഈ ക്രിമിനൽസിനൊക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ്. അവർ വെൽ ട്രെയിൻഡ് ആയിരിക്കും, വെച്ചാൽ സെൽഫ് ട്രെയിൻഡ് ആണ്. സോ അവരുടെ എക്സ്പ്രഷനോ റിയാക്ഷനോ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റൂല, അതാ പ്രശ്നം. അല്ല, നീ പറഞ്ഞ കേട്ടാ നീ ക്രിമിനോളജിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, കുറെയൊക്കെ വായിച്ചിട്ടുള്ള അറിവാണ്. പിന്നെ അച്ഛൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാ? പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് ഭാവം മാറും, നമുക്കൊന്നും മനസ്സിലാവൂല. ഒരുമാതിരി സൈക്കോ ക്രിമിനൽസിനെ പോലെ. അച്ഛനെ ഇടിച്ചിട്ടത് ശരിക്കും ഏത് വണ്ടിയാ അച്ഛാ?
വണ്ടിയൊന്നും ഓർമ്മയില്ല. എന്തോ വെച്ചാ? ഒരു ചുവപ്പ് ബ്രൗൺ വണ്ടി. ഗോൾഡൻ ബ്രൗൺ ആണോ? ആ ഏകദേശം അതുപോലെ ഇരിക്കും. അവർക്ക് കുറെ വണ്ടിയും ഡ്രൈവേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലേ? ഒരു സൈക്കോ ക്രിമിനൽ ഫാമിലിയിലാണല്ലേ മുടിച്ചെറുക്കൻ പോയി കയറിയത്. ഇത് തമാശയായിട്ട് കാണുമൊന്നും വേണ്ട. ആര് തമാശ പറയണത്? തമാശ പറഞ്ഞ് ഞാൻ പിടിച്ച് നിൽക്കണമെന്നേ ഉള്ളൂ. കൈയും കലവും കിടന്ന് പറക്കുകയാണ്. സത്യം പറഞ്ഞ അയാളായിട്ട് വഴക്കാന് ശേഷമാണ് ഒരുപാട് വണ്ടികൾ അച്ഛൻ്റെ നേരെ വന്നിട്ടുണ്ട് ഇടിച്ചിടാൻ വേണ്ടിയിട്ട്. അതൊക്കെ അച്ഛനെ വെറുതെ തോന്നലായിരിക്കും. തോന്നലൊന്നുമല്ല, വഴി വരുന്നത്. അതെ, ഇന്ന് ഞാൻ പുറത്തിറങ്ങാൻ നേരത്ത് ആട്ടോ വിളിക്കും, വീട്ടിൻ്റെ അകത്ത് കയറ്റും, ആട്ടോ കയറും, എവിടെയാണോ ചെന്ന് ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് അതുപോലെ ആട്ടോ തിരിച്ചു വരും. പൈസ പോയാൽ കുഴപ്പമില്ല, ജീവനാണ് വലുത്. അച്ഛൻ ഓട്ടോയിൽ പോകുമ്പോഴത്തേക്കും വല്ല പാണ്ടി ലോറി വന്ന് ഇടിച്ചാലോ? അവർക്ക് പറയാൻ പറ്റില്ല, ഓട്ടോ ഇത് ലോറിയൊക്കെ ഉണ്ടാവും. ലക്ഷ്യായി പറഞ്ഞു പറഞ്ഞ് ഞാൻ പേടിച്ച് ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചാവും, പിന്നെ വണ്ടി ഇടിക്കേണ്ടി വരില്ല. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കൂളാ വെച്ചാ. എന്തോന്നത് മക്കളെ, ഞാൻ അയാളോട് സംസാരിച്ചില്ലേ, എന്നിട്ട് മാറി നിന്ന് ഒളിച്ച് നോക്കി. അങ്ങനെ പോകണില്ല, വണ്ടി എടുത്തോണ്ട് പോകണില്ല. അവിടെ തന്നെ കുറേ നേരം വണ്ടി കിടന്നു. അകത്താരോ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. കുറേ നേരം കഴിഞ്ഞു. എനിക്ക് തോന്നി ഡിസ്കഷനെ കഴിഞ്ഞിട്ടേ പിന്നെ പോയിക്കാണോ. അപ്പൊ ഉറപ്പിച്ചു അച്ഛാ ഇത് കൊട്ടേഷൻ തന്നെയാ. അമ്മ ഇതാണ് രണ്ടുപേരും സീക്രട്ട് പ്ലേസ് ചെയ്യുന്നൊരു ചർച്ച. ഒന്നുമില്ലടേ ലച്ചുവായി. ആ ലച്ചു എന്ന് വിളിച്ചാൽ കേട്ടില്ലേ? വിഷയം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് ആ വിളി. നീ എന്തോടി ബാലു, സത്യം പറ, ആ കൊച്ചിൻ്റെ മമ്മി ഇവിടെ ഒന്നും സംസാരിച്ചെന്ന് പറഞ്ഞില്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. അത് സത്യം തന്നെയാണ്? അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവിടെ? അവരെന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? എന്തായാലും എന്തോ ഉണ്ട്. നിങ്ങൾ അതിനെപ്പറ്റിയാണ് ഈ ചർച്ച ചെയ്യണത്. അതെന്താണെന്നാണ് എനിക്കറിയേണ്ടത്. നിനക്കറിയണോ? ആ അത് നിൻ്റെ മോനെ അവർ നിൻ്റെ അടുത്ത് നിന്ന് എവിടെയോ ദൂരെ എവിടെയോ പൊക്കിക്കൊണ്ട് പോകുമെന്ന് നിനക്കറിയാൻ പാടില്ലാത്ത സ്ഥലത്ത്. ആ കാര്യം നമുക്കറിയാം, അതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച. ഓ അതായിരുന്നോ? ആ കുഴപ്പമില്ല. എവിടെയാണെങ്കിലും എൻ്റെ കൊച്ച് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിച്ചാൽ മതി. എനിക്കത്രേ ഉള്ളൂ. ഞാൻ പിന്നെ പോട്ടെ. അവിടെ നിൽക്ക്, രണ്ടുപേരും കൂടെ മുങ്ങാൻ നോക്കുകയല്ലേ. നിനക്ക് വയ്യാതിന് ശേഷം ഭയങ്കര സംശയം കേട്ടോ. നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ നോക്കിപ്പോ. എന്നെ ആരും കിടത്താനൊന്നും നോക്കണ്ട. എനിക്കറിയാം ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ട്, പക്ഷേ എനിക്ക് നിൻ്റെ അടുത്ത് പറയാൻ താല്പര്യമില്ല. ലച്ചുണ്ടോ? എനിക്ക് പറഞ്ഞാൽ കൊന്നു പറയും. ലച്ചുവേ നീ പോ, നിനക്ക് നിൻ്റെ കാര്യം നോക്കിപ്പോ. ഓട്. ഞാൻ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഓരോന്നും ചോദിച്ചുകൊണ്ട് വരരുത് കേട്ടാ. അമ്മയാണേ ഞാൻ പറയൂല, അങ്ങോട്ട് ചോദിക്കല്ലേ. പറവാലു, എന്താ പ്രശ്നം? ഇടി എന്തോന്നടി ഇത്? എടാ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യാടി. ഇടി നീ ഞാനും തമ്മിൽ എന്തെല്ലാം രഹസ്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ വേറെ ആരും പറഞ്ഞു നടന്നാ. അതുപോലെ ഞാനും മോളും തമ്മിൽ പല കാര്യം രഹസ്യമായിട്ട് സംസാരിക്കും. അത് കാരണം എന്ന് വെച്ചാൽ നാണല്ലേടി. ശരി ഡേയ്